ഇന്ന് നമുക്ക് 8 AM മെട്രോ എന്ന ഫീൽ ഗുഡ് ബോളിവുഡ് സിനിമയുടെ കഥ നോക്കിയാലോ? രണ്ട് സ്ട്രേഞ്ചേഴ്സിനിടയിൽ ഉണ്ടാകുന്ന ഇമോഷണൽ കണക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വിവാഹിതയായി 2 മക്കളുള്ള നായിക, അവളുടെ ഭർത്താവ് ഒരു ബിസിനസ്മാൻ ആണ്, എപ്പോഴും ബിസിയാണ്. ട്രെയിനിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന നായികയ്ക്ക് ട്രെയിനിൽ കയറേണ്ട ഒരു സാഹചര്യം വരുന്നു. എന്നാൽ ട്രെയിനിൽ വെച്ച് ഒരു അപരിചിതനെ പരിചയപ്പെടും. ആ അപരിചിതനുമായിട്ട് അവൾ നല്ല കൂട്ടാവുകയാണ്. ഒടുവിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളിലാണോ അല്ലയോ? പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാനായിട്ട് എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപ് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് കഥാനായിക കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നതാണ്. ജീവിതത്തിൽ ചില മനുഷ്യർ കണ്ടുമുട്ടുന്നത് കടലിൽ 2 കപ്പലുകൾ കണ്ടുമുട്ടും പോലെയാണ്. കടലിലെ കപ്പൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ആണ് ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. അത് കോയിൻസിഡന്റ്. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലും. ചില മനുഷ്യരെ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ കണ്ടുമുട്ടും. അതിനുശേഷം പിന്നെ കാണുമോ എന്ന് തന്നെ അറിയില്ല. ഞാൻ തനിയെ ഹൈദരാബാദിൽ പോകുമെന്നോ അവിടെ വെച്ചൊരു സ്ട്രേഞ്ചറിനെ കണ്ടുമുട്ടുമെന്നോ അയാളാൽ എനിക്കുള്ളിൽ ഒരു ഇമോഷൻ ഉണ്ടാകുമെന്നോ ഞാൻ ചിന്തിച്ച കാര്യമേ അല്ലെന്ന് നായികയായ ഐരാവതി ഒരു മരത്തടിയിലിരുന്ന് ആലോചിക്കുകയാണ്. ഐരാവതി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യമാണ് പിന്നീട് കാണിക്കുന്നത്. ഐരാവതി വിവാഹമൊക്കെ കഴിഞ്ഞ് 2 മക്കളുമുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഐരാവതിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ അടുക്കളയിൽ നിന്നാണ്. എന്തെന്നാൽ 2 മക്കളെയും സ്കൂളിൽ പറഞ്ഞു വിടണം, പിന്നെ ബിസി ആയിട്ടുള്ള ഭർത്താവിനെ ഓഫീസിലേക്കും പറഞ്ഞു വിടണം. ഭർത്താവ് എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ തിരക്കിലാണ്. ആഹാരം കഴിക്കുന്ന സമയത്ത് പോലും ലാപ്ടോപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭർത്താവും മക്കളുമൊക്കെ പോയി കഴിയുന്ന സമയത്താണ് ഐരാവതി ഒന്ന് റിലാക്സ് ആകുന്നതും. ഐരാവതി ഹൗസ് വൈഫ് ആയതിനാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമെല്ലാം കഥകളും കവിതകളും ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു കഴിവുള്ളത് ഭർത്താവിനോ മക്കൾക്കോ മറ്റുള്ള ബന്ധുക്കൾക്കോ ആർക്കും തന്നെ അറിയത്തില്ല. അത്ര നന്നായിട്ട് കഥയും കവിതകളും ഒക്കെ എഴുതും. ഐരാവതിക്ക് കോഫി എന്നാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കോഫിയൊക്കെ ഇട്ട് കുടിച്ച് കഥയും കവിതയും ഒക്കെ എഴുതിയാണ് ഇരിക്കുന്നതും. അതേ സമയം തന്നെ ഐരാവതിക്കൊരു കോൾ വരും. അവളുടെ സഹോദരിയെ റിയയാണ് വിളിച്ചത്. റിയ പ്രഗ്നന്റ് ആണ്. പെട്ടെന്ന് റിയയ്ക്ക് ബ്ലീഡിങ് വന്നു, ഹോസ്പിറ്റലിലാണെന്ന് പറയും. എന്നാൽ ഐരാവതി ചോദിക്കുന്നത് നിന്റെ ഭർത്താവ് എവിടെ എന്നായിരുന്നു. അത് അത്യാവശ്യമായിട്ട് ജോലി സംബന്ധമായി അമേരിക്കയിലേക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് റിയ പറയും. റിയ പറയുന്നത് കേട്ട് ഐരാവതിക്ക് ഒരുപാട് സങ്കടമായി. ഞാനെങ്കിൽ അങ്ങോട്ട് വരാം, പക്ഷേ എനിക്ക് ട്രെയിനിൽ കയറുന്നത് പേടിയാണ് എന്നായിരുന്നു ഐരാവതി പറഞ്ഞതും. റിയ പറയും, ചേച്ചി വരുന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു, അമ്മയുടെ സാരി വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരണേ എന്ന് പറയും. ഞാൻ സാരി കൊണ്ടുവരാമെന്നും ഐരാവതി സമ്മതിക്കും. എന്നാലും ഐരാവതിയുടെ ടെൻഷൻ താൻ എങ്ങനെ അത്രയും ദൂരം ഒറ്റയ്ക്ക് പോകും, എങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യും എന്നൊക്കെയായിരുന്നു. വൈകുന്നേരം ഭർത്താവ് വീട്ടിലെത്തിയ സമയം ഐരാവതി അക്കാര്യം ഭർത്താവിനോട് പറയും. അപ്പോഴും ഭർത്താവ് ബിസിയായിരുന്നു, ലാപ്ടോപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെ, റിയയ്ക്ക് വയ്യ, അവൾ ഹോസ്പിറ്റലിലാണ്, എനിക്ക് അവിടേക്കൊന്ന് പോകണം, എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ നിന്നെ കൊണ്ടുപോകാനാ, എനിക്കൊന്ന് നിവർന്നു നിൽക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല, പിന്നെ നിന്നെ എങ്ങനെ ഞാൻ കൊണ്ടുപോകാനാ, നീ ഒരു കാര്യം ചെയ്, ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകുവാനായും പറയുന്നു. എന്നാൽ ഐരാവതി പറയുന്നത്, എനിക്ക് ട്രെയിനിൽ കയറാൻ പേടിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ, എന്നൊന്ന് അവിടം വരെ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറയുമ്പോഴും അതൊന്നും പറ്റില്ല എന്നായിരുന്നു ഭർത്താവ് മറുപടി പറഞ്ഞതും. എന്നാൽ ഐരാവതി ട്രെയിനിൽ താൻ പോകുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കും. ഐരാവതിയും അച്ഛനും പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് ട്രെയിനിൽ വെച്ച് സംഭവിച്ചു. അതിനുശേഷമാണ് ഐരാവതിക്ക് ട്രെയിൻ ഇത്ര പേടിയും. ഒറ്റയ്ക്ക് പോലും എന്ത് സാഹചര്യം ഉണ്ടായാലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഐരാവതിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഐരാവതി രണ്ടും കൽപ്പിച്ച് റിയയെ കാണുവാനായിട്ട് പോകുവാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ ഐരാവതി ട്രെയിനിൽ കയറുകയാണ്. ട്രെയിൻ എടുക്കുന്ന സമയത്തും ട്രെയിനിലെ കമ്പിയെ ഇറുക്കി പിടിച്ചാണ് അവൾ നിൽക്കുന്നതും. അവൾക്ക് വല്ലാത്ത പേടിയാണ്. എന്നാൽ തന്റെ മനസ്സിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവൾ അവിടെ ഇരുന്ന് കഥയും കവിതകളും ഒക്കെ എഴുതും. ഒരുവിധം ഹൈദരാബാദിലെത്തി. ഓട്ടോയിൽ കയറി റിയയുള്ള ഹോസ്പിറ്റലിലേക്കും എത്തും. എന്നാൽ അവിടെ വരുമ്പോൾ കാണുന്നത് റിയയെ നോക്കുവാനായിട്ട് ഒരു ആന്റി വന്ന് നിൽപ്പുണ്ട്. അവരാണെങ്കിൽ സീരിയലും കണ്ട് സീരിയലിന്റെ കഥയും ഒക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. റിയയ്ക്ക് ഐരാവതിയെ കണ്ടതും ഒരുപാട് സന്തോഷമായി. അമ്മയുടെ സാരി എവിടെയെന്ന് അവൾ ചോദിക്കും. സാരി എടുത്തു കൊടുക്കുന്നതും റിയ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൾക്ക് അപ്പോഴാണ് ഒരു ആശ്വാസമായതും. അതേസമയം തന്നെ റിയയെ ചെക്ക് ചെയ്യുവാനായിട്ട് ഡോക്ടർ വരികയാണ്. ഡോക്ടറിനോട് ഐരാവതി റിയയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ നന്നായി നോക്കണം, കുഞ്ഞിന്റെ പൊസിഷൻ മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഒരാൾ എപ്പോഴും കൂടെ വേണമെന്ന് ഡോക്ടർ പറയും.
ഐരാവതി തീരുമാനിച്ചത് റിയയെ വന്ന് കണ്ടിട്ട് ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു. പക്ഷേ റിയയുടെ അവസ്ഥ ഇങ്ങനെ ആയതിനാൽ അവളെ എങ്ങനെ വിട്ടിട്ട് പോകാനായെന്ന് ഐരാവതി ചിന്തിക്കും. അങ്ങനെ അവിടെ നിന്ന് റിയയെ നോക്കുവാനായും തീരുമാനിച്ചു. പകൽ സമയങ്ങളിലെല്ലാം ഹോസ്പിറ്റലിൽ വന്നിരുന്നിട്ട് രാത്രി സമയങ്ങളിൽ റിയയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്നും ഐരാവതി തീരുമാനിക്കും. റിയ പറയുന്നത്, എങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ട്രെയിനിൽ തന്നെ പോയാൽ മതി. അത് കേൾക്കുന്ന ഐരാവതിക്ക് ആകെ ടെൻഷൻ. ട്രെയിനിലോ? എനിക്ക് വയ്യ, ഞാൻ ഓട്ടോയിൽ പോകാമെന്ന് പറയും. ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ 500 രൂപയാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, മെട്രോയിൽ പോ. അതാകുമ്പോൾ സാധാ ട്രെയിൻ പോലെ വലിയ ശബ്ദമൊന്നുമില്ല, മാത്രമല്ല 50 രൂപയേ ആകുമെന്നും പ്രിയ പറയും. അത്രയാകുള്ളൂ? എങ്കിൽ ഞാൻ ട്രെയിനിൽ പോകാൻ നോക്കാമെന്നും ഐരാവതി പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ ഐരാവതി മെട്രോ സ്റ്റേഷനിലേക്കും എത്തി. അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്തും ഐരാവതി വല്ലാതെ നെർവസ് ആകുവാനായും തുടങ്ങി. അവൾ വിയർക്കുകയും ഒക്കെ ചെയ്തു. എന്തെന്നാൽ അന്ന് അച്ഛനുമായിട്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, അതാണ് കാണിക്കുന്നതും. കുട്ടിയായിരുന്ന ഐരാവതിയും കൊണ്ട് അച്ഛൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്റ്റേഷൻ എത്തിയ സമയത്ത് അച്ഛന്റെ കയ്യിലെ സിഗരറ്റ് തീർന്നതിനാൽ സിഗരറ്റ് വാങ്ങുവാനായിട്ട് അച്ഛൻ ഇറങ്ങി. എന്നാൽ അതേ സമയം തന്നെ ട്രെയിൻ എടുത്തിരുന്നു. ട്രെയിനിനുള്ളിലിരുന്ന് ഐരാവതി വല്ലാതെ പേടിക്കുവാനായും തുടങ്ങി. അടുത്തുള്ള ആളുകളെല്ലാം ഐരാവതിയോട് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോഴും പേടിച്ച് വിറച്ചാണ് അവൾ ആ ട്രെയിനിലിരുന്നതും. അന്നു മുതൽ താൻ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യില്ല എന്ന് ഐരാവതി തീരുമാനിച്ചു. അക്കാര്യങ്ങളെല്ലാം പ്ലാറ്റ്ഫോമിലിരുന്ന് ചിന്തിക്കുന്ന ഐരാവതിക്ക് പെട്ടെന്ന് തന്നെ വിയർക്കുകയും ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്തു. അവൾ അവിടെ നിന്ന് അടുത്തുള്ള ഒരാളിന്റെ ദേഹത്തേക്ക് ചാഞ്ഞു. അയാളുടെ പേരായിരുന്നു പ്രീതം. കഥാനായകനാണേ. പ്രീതമാണെങ്കിൽ ഐരാവതിയെ ഒന്ന് നേരെ നിർത്തുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഐരാവതിക്ക് പ്രീതം വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു. നിങ്ങൾ ഓക്കെയാണോ എന്നൊക്കെ പ്രീതം ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഒന്നും മിണ്ടാതെ ഷോക്കായ അവസ്ഥയിലിരിക്കുകയാണ് ഐരാവതി. അപ്പോഴേക്കും മെട്രോ ട്രെയിൻ വന്നിരുന്നു. ഐരാവതിയും കൂട്ടി പ്രീതം ട്രെയിനിലേക്കും കയറും. ഐരാവതിയുടെ ലഗേജ് എല്ലാം അപ്പോൾ ഉരുണ്ടു പോവുകയാണ്. അതെല്ലാം പ്രീതം ട്രെയിനിലേക്കും കൊണ്ടുവന്നു വെച്ചു. വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ഐരാവതി തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പ്രീതം. തന്റെ സ്റ്റേഷൻ എത്തിയ സമയത്ത് പ്രീതം അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പ്രീതം നേരെ പോയത് ഒരു ബുക്ക് ഷോപ്പിലേക്കാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട്, ഞാൻ ഇന്ന് ഒരു സ്ത്രീയെ കണ്ടു. അവർ വല്ലാതെ നെർവസ് ആയിരുന്നു. മാത്രവുമല്ല അവർക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വന്നു. അതിന് കാരണം എന്തായിരിക്കാം? അത് സംബന്ധിച്ച വല്ല ബുക്കുമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ബുക്ക് കടക്കാരൻ ഒരു ബുക്ക് എടുത്ത് അയാൾക്ക് കൊടുത്തു. പ്രീതം ആ ബുക്കുമായി നേരെ വീട്ടിലേക്ക് വന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഐരാവതി റിയയുടെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ റിയയുടെ വീട്ടിലെ വേലക്കാരി പറയും, റിയയെ അവളുടെ ഭർത്താവ് നല്ല രീതിക്കാണ് നോക്കുന്നത്. അവർ തമ്മിൽ വലിയ സ്നേഹമാണ്, അവർ നല്ല കപ്പിൾസ് ആണ് എന്നൊക്കെ പറയുന്നത് കേട്ട് ഐരാവതിക്ക് തന്റെ ഭർത്താവിനെ ഓർമ്മ വന്നു. ഉടനെ തന്നെ ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിക്കും. എനിക്ക് ഇന്ന് ട്രെയിനിൽ കയറാൻ വല്ലാത്ത പേടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യം തുറന്നു പറയുവാനായി വരുന്ന സമയം തന്നെ എന്റെ ബോസ് വിളിക്കുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിയുടെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ 2 കുട്ടികൾക്കും കൊടുത്തു. എന്നാൽ കുട്ടികളാണെങ്കിലോ അവർ തമ്മിൽ തല്ലുകൂടുന്നതിനെ പറ്റിയുള്ള പരാതികളാണ് ഐരാവതിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നതും. ഐരാവതിക്ക് തന്റെ ഭർത്താവിനോട് സംസാരിക്കണം, സമാധാനം കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവിനാണെങ്കിലോ എപ്പോഴും ജോലി തന്നെ. ഐരാവതി ഒന്ന് ശ്രദ്ധിക്കുവാനോ അവളോടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുവാനോ ഉള്ള താല്പര്യമൊന്നും ഭർത്താവിനില്ല. ആ ഒരു വിഷമം ഐരാവതിയുടെ മനസ്സിലുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് പ്രീതമാണെങ്കിലോ ആ ബുക്കൊക്കെ കൊണ്ടുവന്ന് വായിച്ചു നോക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുന്നത് എന്നുള്ള കാര്യമെല്ലാം ആ ഒരു ബുക്കിലുണ്ട്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഈ ലിഫ്റ്റ്, ട്രെയിൻ, എസ്കലേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയുള്ള ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ പാനിക് അറ്റാക്ക് വരും എന്നുള്ള കാര്യമൊക്കെ ആ ബുക്കിലുണ്ടായിരുന്നു. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പ്രീതത്തിന്റെ ഭാര്യ അവിടേക്ക് വരും. നമുക്ക് കിടക്കാമെന്ന് പറയുന്ന സമയത്ത് കുറച്ച് സമയം കൂടി വേണമെന്ന് പ്രീതം പറയും. അത് കഴിഞ്ഞ് പ്രീതം നേരെ തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് ഉറങ്ങുവാനായി കിടന്നതും. അടുത്ത ദിവസം രാവിലെ 8 മണിയായപ്പോഴേക്കും ഐരാവതി മെട്രോ സ്റ്റേഷനിലെത്തി. അവിടേക്ക് പ്രീതമും വരികയാണ്. പ്രീതം ഐരാവതിയെ കണ്ടതും വല്ലതും ചോദിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് അടുത്തേക്ക് ചെന്നിട്ട് തലേ ദിവസം ഉണ്ടായ കാര്യത്തെ പറ്റിയൊക്കെ പറയും. നിങ്ങൾ ഇന്നലെ അങ്ങനെ നിന്ന സമയത്ത് എനിക്കൊന്നും ചോദിക്കുവാനായി പറ്റിയില്ല, ഞാനും അങ്ങ് നെർവസ് ആയിപ്പോയി, അതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും മിണ്ടുകയും ഒക്കെ ചെയ്യും. ഐരാവതിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പേടിയാണ് എന്നുള്ള കാര്യമൊക്കെ പ്രീതത്തിനോട് പറയും. മാത്രമല്ല രണ്ടുപേരും അവരവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ ട്രെയിൻ വന്നപ്പോൾ രണ്ടാളും ട്രെയിനിൽ കയറി ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നതും. ഐരാവതി അപ്പോഴും വല്ലാതെ പേടിക്കുവാനായും തുടങ്ങിയിരുന്നു. അതെല്ലാം കാണുന്ന പ്രീതമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വല്ല ബുക്കോ പേനയോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഐരാവതി ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കും പേനയും എടുത്തു കൊടുക്കും. അപ്പോൾ പ്രീതമാണെങ്കിൽ ബുക്കിനുള്ളിൽ ഒരു ചിത്രം പോലെ വരയ്ക്കുകയാണ്. എന്നിട്ട് പറയും, എന്റെ വൈഫ് മൃദുല ഇതുപോലെ എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് അവൾ ബുക്ക് എടുത്ത് ഇങ്ങനെയൊക്കെ വരയ്ക്കും. അപ്പോൾ ആ ടെൻഷൻ മാറുമെന്ന് പറയുന്ന സമയം തന്നെ അടുത്ത പേജിലായിട്ട് കവിത എഴുതിയിരിക്കുന്നത് കാണും. ആ കൊള്ളാലോ, കവിത എഴുതിയിട്ടുണ്ടോ, ഇത് ആരെഴുതിയതാ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ബുക്ക് ഐരാവതി പിടിച്ചു വാങ്ങും. അതോ
എനിക്ക് അങ്ങനെ ഒരു ഹോബിയുണ്ട്, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുതുന്നതാ എന്ന് ഐരാവതി പറയും. എങ്കിൽ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ, എനിക്ക് ഈ കഥയും കവിതകളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പ്രീതം പറയും. ആദ്യമൊക്കെ ഐരാവതി കൊടുക്കുവാനായിട്ട് മടിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് തന്റെ ബുക്ക് പ്രീതത്തിന് നൽകും. പ്രീതം ആ കവിതയെല്ലാം വായിച്ചു നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഐരാവതിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാകും. കാരണം എന്തെന്നാൽ ആദ്യമായിട്ടാണ് അവളുടെ കവിത വായിച്ച് ഒരാൾ നല്ലൊരു അഭിപ്രായം പറയുന്നതും. ഐരാവതിക്ക് അത് ഒരുപാട് സന്തോഷമായി. അങ്ങനെ സ്റ്റേഷനെത്തി രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയാണ്. അന്നേ ദിവസം ഹോസ്പിറ്റലിലെത്തിയ ഐരാവതിയാണെങ്കിൽ ട്രിയയോട് ട്രെയിനിൽ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. ഞാനേ ഇന്നലെ വല്ലാതെ നെർവസായി, എനിക്ക് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടായി. അടുത്തു നിന്നൊരാളാണ് എന്നെ സഹായിച്ചത്, എനിക്ക് വെള്ളമൊക്കെ വാങ്ങി തന്നു എന്നുള്ള കാര്യം ഐരാവതി പറയുന്ന സമയത്ത് അത് കേട്ട് റിയ, ആണോ, ആളെങ്ങനെയാ കാണാൻ, ഹാൻസം ആണോ എന്ന് ചോദിക്കുമ്പോൾ ചേ പോടി എന്ന് പറഞ്ഞ് വിഷയം മാറ്റുകയാണ് ഐരാവതി. എന്നിട്ട് റിയയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരം 6 മണിയായതും ഐരാവതി മെട്രോ സ്റ്റേഷനിലേക്കും പോകും. ഐരാവതിയുടെ മനസ്സിൽ പ്രീതമിനെ കാണുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. അതേസമയം തന്നെ പ്രീതം അവിടേക്ക് നടന്നു വരും. പ്രീതമിനെ കണ്ടതും ഐരാവതി ഫോണെടുത്ത് സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുവാനായും തുടങ്ങി. പ്രീതം അടുത്ത് വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞ് രണ്ടാളും സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ട്രെയിൻ വന്ന് രണ്ടാളും ട്രെയിനിലേക്ക് കയറും. അതേസമയം പ്രീതം പറയുന്നുണ്ട്, ഞാൻ രാവിലെ 8 മണിക്ക് പോകും, വൈകുന്നേരം 6 മണിക്ക് വരും. നിങ്ങളുടെ ടൈം എങ്ങനെയാ? അത് കേട്ട ഐരാവതി, ഞാനും ഇതേ സമയത്ത് തന്നെയാ പോകുന്നതും വരുന്നതുമെന്നും ഐരാവതിയും പറയും. എന്നിട്ട് ഐരാവതി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കോഫി കുടിക്കാമായിരുന്നു, എന്റെ കോഫി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നവൾ പറയും. അവൾക്ക് കോഫി ഒരുപാട് ഇഷ്ടമാണല്ലോ. അത് മനസ്സിലാക്കിയ പ്രീതമാണെങ്കിൽ, എങ്കിൽ വാ, ഇവിടെ നല്ലൊരു കോഫി ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയി കോഫി കുടിക്കാമെന്നും പറയും. ഐരാവതിക്ക് അത് കേട്ടതും ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടാളും കോഫി കുടിക്കുവാനൊക്കെ പോകും. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. അങ്ങനെ രണ്ടാളും രണ്ടു വഴിക്ക് പിരിയും. അടുത്ത ദിവസം ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന പ്രീതം പെർഫ്യൂം ഒക്കെ അടിക്കുന്നത് കണ്ട് ഭാര്യ ചോദിക്കും, എന്താ ഇന്നൊരു പ്രത്യേകത, പെർഫ്യൂം ഒക്കെ അടിക്കുന്നുണ്ടല്ലോ, ഇന്ന് നല്ല സുന്ദരനായിട്ടുണ്ട്, നടന്മാരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രീതം ചിരിച്ചുകൊണ്ട് പറയും, അതോ ഇന്ന് മാനേജറുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അതാണെന്ന് പറയും. അങ്ങനെ സുന്ദരനായി ഒരുങ്ങി ഒരു നായകനെ പോലെ തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പ്രീതം. അവിടെ വെച്ച് ഐരാവതിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. രണ്ടാളും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രീതമും ഐരാവതിയും മാത്രമാണ് അതൊന്നും ചെയ്യാതെ ഇരിക്കുന്നതും. പ്രീതം പറയും, എല്ലാവർക്കും പല മുഖങ്ങളാണ്, വീട്ടിലൊരു മുഖം, ഓഫീസിലൊരു മുഖം, സോഷ്യൽ മീഡിയയിൽ ഒരു മുഖം, അങ്ങനെ പല മുഖങ്ങളാണ്. എല്ലാവരും അവരവരുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പ്രീതം പറയുമ്പോൾ, നമ്മളെ ആരും ജഡ്ജ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നമ്മളുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ചിട്ട് ജീവിക്കുന്നതെന്ന് ഐരാവതി ചോദിക്കും. എന്നിട്ടവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. എന്തെന്നാൽ ഇന്നത്തെ ഈ മാരേജ് ലൈഫ്, അതിൽ വെച്ചിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ, എന്തിന് നമ്മൾ അതിനെ ഫോളോ ചെയ്യണം, നമ്മളിങ്ങനെ നാരോ മൈൻഡഡ് ആയിട്ട് നടക്കണോ, ഇന്നത്തെ കാലത്തിനൊത്ത് നമ്മൾ മാറണ്ടേ എന്നൊക്കെയുള്ളത് പറയുന്ന സമയത്ത് ഐരാവതി ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നാരോ മൈൻഡഡ് ആണെന്നാണോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കവിതകളെല്ലാം കള്ളമാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ച് രണ്ടാൾക്കും ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടാകുന്നത് പോലെയാകും. അന്നേ ദിവസം തന്നെ അവനോടൊന്നും മിണ്ടാതെ നേരെ അവൾ റിയയുടെ അടുത്തേക്കും എത്തും. എന്നാൽ അതേ സമയത്ത് തന്നെ റിയ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുകയാണ്. കാരണം എന്താണെന്ന് തിരക്കുന്ന സമയത്ത് റിയ പറയും, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശ്രുതി, അവളുടെ ഭർത്താവ് അവളെ നന്നായിട്ടൊന്ന് നോക്കുന്നതും അവൾക്ക് ഒരു കുറവ് പോലും വരുത്തിയിട്ടില്ല. എന്നാൽ അവളുടെ ഭർത്താവിന് മറ്റൊരു പെണ്ണുമായിട്ട് അഫെയർ ഉണ്ട്, അവൾ ഇപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി അവൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഐരാവതി പറയുന്നത്, നീ എന്തിനാ മറ്റുള്ളവരുടെ പ്രശ്നമൊക്കെ എടുത്ത് നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? അത് കേട്ട് റിയ പറയുന്നത്, അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എങ്ങനെയാ കണ്ടില്ല നടിക്കുക എന്ന് റിയ പറയും. അത് കേട്ട ഐരാവതി പറയും, നമ്മൾ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, നീ നിന്നെ അല്ലാതെ മറ്റാരെയും ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് ഐരാവതി പറയും. അന്നേ ദിവസം അവർ സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ മൂഡ് ഓഫ് ആയതിനാൽ നമുക്ക് സീരിയൽ കാണാമെന്ന് പറഞ്ഞ് ഐരാവതി സീരിയൽ ഇടുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് ഓഫീസിലെത്തിയ പ്രീതമാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. അവൻ ജോലി റിസൈൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേട്ട സീനിയർ മാനേജർ പറയും, നീ എന്തിനാ ഇപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നത്? ഞാൻ വിരമിച്ചു കഴിഞ്ഞാൽ നിന്നെ മാനേജറായി കാണാനാണ് എനിക്ക് ആഗ്രഹം, നീ എന്തിനാ ഇപ്പോൾ റിസൈൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തും തന്റെ തീരുമാനത്തിൽ നിന്നും മാറ്റമില്ലാത്ത വിധം നിൽക്കുകയായിരുന്നു പ്രീതം. അപ്പോൾ സീനിയർ മാനേജർ ഒരാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട്, നിനക്ക് പ്രൊഫഷണൽ ലൈഫിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഇദ്ദേഹത്തെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡും കൊടുത്തു. മറ്റൊരു വശത്ത് എന്നത്തെയും പോലെ സമയമായതിനാൽ ഐരാവതിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടെ പ്രീതമുമുണ്ട്. രണ്ടാളും ഒന്നും മിണ്ടാതെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും. കാരണം രാവിലെ തന്നെ രണ്ടുപേർക്കുമിടയിൽ ചെറിയൊരു തർക്കമുണ്ടായല്ലോ.
അതേസമയം തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരാൾ അയാളുടെ ഓഫീസിലെ വർക്ക് പ്രഷർ അവിടെ ഉണ്ടായിരുന്നവരോട് തീർക്കും. അത് കണ്ട് ഐരാവതിയും പ്രീതമും ചിരിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടാളും രാവിലെ സംഭവിച്ചതിന് സോറി എന്ന് പറഞ്ഞ് രണ്ടാളും പഴയതുപോലെ കൂട്ടാകും. അതിനുശേഷം അവർ കോഫി ഷോപ്പിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ച് പ്രീതം തന്റെ കയ്യിൽ പേന ആട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഐരാവതി ചോദിക്കും, നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ? അപ്പോൾ പ്രീതം പറയും, അതെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വൈഫിന് വേണ്ടിയിട്ട് അത് മാറ്റി എന്ന് പറയും. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രീതം ചോദിക്കുന്ന സമയത്ത്, അല്ല, എന്റെ അച്ഛൻ ഇതുപോലത്തെ സ്വഭാവം ഉണ്ടായിരുന്നു. സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന സമയമെല്ലാം കയ്യിൽ പേന ഇങ്ങനെ ഉപയോഗിച്ച് ആട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അച്ഛൻ ഒരുവിധം സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം കൺട്രോൾ ചെയ്തിരുന്നത്. എന്നിട്ട് ഐരാവതി അച്ഛനെ കുറിച്ച് പറയുവാനായി തുടങ്ങി. അച്ഛനും ഐരാവതി നല്ല കമ്പനിയായിരുന്നു. ഐരാവതിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അച്ഛനെന്ന് വേണമെങ്കിൽ പറയാം. മരിക്കുന്ന സമയമാകുന്ന സമയത്ത് അച്ഛനൊരു കവിത എഴുതിയിട്ടാണ് മരണപ്പെട്ടതും. അച്ഛന്റെ കയ്യിൽ നിന്നാണ് തനിക്ക് ആ ഒരു കഴിവ് കിട്ടിയതെന്നും ഐരാവതി പറയും. അത് കേട്ട പ്രീതം ചോദിക്കും, ശരി, നിങ്ങൾ ഈ കവിത എഴുതുന്ന കാര്യമൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഐരാവതി പറയും, ഞാൻ റിയയോടും എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കത് ഇഷ്ടമായില്ലെന്നാ തോന്നുന്നത്. അവർ റിയാക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പ്രീതം പറയുന്നത്, അതവർക്ക് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാ, അല്ലാതെ ഇഷ്ടമാകാത്തത് കൊണ്ടായിരിക്കില്ല എന്ന് പോസിറ്റീവായിട്ട് തന്നെ പറയും. ഹോസ്പിറ്റലിലെത്തിയ ഐരാവതി പ്രീതമിനെ പറ്റി തന്നെ റിയയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ റിയ പറയുന്നത്, ഇന്നലെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിരുന്നു. ചേച്ചി വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. അത് കേട്ട് ഐരാവതി പറയും, ഞാൻ ഇന്ന് വൈകിട്ട് വിളിക്കാറുണ്ടല്ലോ. റിയ ചോദിക്കും, ഇന്നലെ വിളിച്ചോ? മിനിഞ്ഞാന്ന് വിളിച്ചോ? എപ്പോഴാ ചേച്ചി വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് ഐരാവതി മറുപടിയൊന്നും കൊടുക്കില്ല. ചേച്ചിയുടെ മനസ്സ് സന്തോഷത്തെ തേടി എങ്ങൊക്കെയോ അലയുന്നുണ്ട്. ചേച്ചിയെ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന് റിയ പറയും. ഒന്നും മിണ്ടാതെ ഐരാവതി വീണ്ടും മെട്രോ സ്റ്റേഷനിലേക്ക് പോകും. അടുത്ത ദിവസവും പ്രീതമും ഐരാവതിയും മീറ്റ് ചെയ്യുകയാണ്. രണ്ടാളും കോഫി ഷോപ്പിൽ നിന്നും ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഐരാവതി പറയും, എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛന്റെ അവസാന നിമിഷങ്ങളൊന്നും എനിക്ക് കാണുവാനായിട്ട് പറ്റിയില്ല. ചുടുകാട്ടിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. എന്റെ അച്ഛന്റെ ചടങ്ങുകളെല്ലാം ചെയ്തത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവൾ പറഞ്ഞ് സങ്കടപ്പെടും. അതേസമയം പ്രീതം പറയും, എന്റെ അച്ഛനാണെങ്കിൽ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. എന്റെ കയ്യിൽ ദേ ഒരു തഴമ്പുണ്ട്. ഞാൻ ആ സമയമെല്ലാം അച്ഛൻ മരിച്ചു പോകുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അച്ഛന്റെ വില ഞാൻ മനസ്സിലാക്കിയതും. എന്റെ ശാപം കാരണമാണോ എന്റെ അച്ഛൻ മരണപ്പെട്ടു പോയത് എന്നൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പ്രീതം പറയും. അപ്പോൾ ഐരാവതി പറയും, എന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളൊന്നും ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ആർക്കും അത് കേൾക്കാനുള്ള ഒരു സമയം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അവൾ സങ്കടത്തോടെ പറയും. എന്തുകൊണ്ടാണ് ഐരാവതിക്ക് ട്രെയിനിൽ കയറാൻ പേടി എന്നുള്ള കാര്യമെല്ലാം ഐരാവതി പ്രീതമിനോട് പറയും. അന്ന് അച്ഛൻ ട്രെയിനിൽ വെച്ച് സിഗരറ്റ് വാങ്ങാൻ ഇറങ്ങിപ്പോയ ആ ഒരു 15 മിനിറ്റ് ട്രെയിനിൽ താൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെല്ലാവരും തന്നോട് വന്ന കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പാനിക്കായിപ്പോയി എന്നുള്ള കാര്യമെല്ലാം അവൾ സങ്കടത്തോടെ തുറന്നു പറയും. എന്ത് പ്രശ്നമുണ്ടായാലും അതിന് ധൈര്യത്തോടെ നേരിടണമെന്ന് പ്രീതം അവളെ മോട്ടിവേറ്റ് ചെയ്യും. അടുത്ത ദിവസം ഐരാവതിക്ക് കഴിക്കുവാൻ വേണ്ടിയിട്ട് പ്രീതം തന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഫുഡുമായി വരും. ഐരാവതി ആ ഫുഡ് റിയയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവൾ ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയും. അത് കേട്ട് ഐരാവതി പറയുന്നത്, മൃദുല എന്ത് ലക്കിയാണ് എന്നായിരുന്നു. ഈ മൃദുലയാണ് പ്രീതമിന്റെ വൈഫ്. അന്നേ ദിവസം വൈകുന്നേരം രണ്ടാളും വീണ്ടും കണ്ടുമുട്ടും. പക്ഷെ നല്ല മഴ സമയമായിരുന്നു. രണ്ടുപേരും കുടപിടിച്ച് നിൽക്കുന്ന സമയത്ത് ഐരാവതിക്ക് പെട്ടെന്ന് തന്റെ മക്കളെ ഓർമ്മ വരും. അവര് ട്യൂഷനിൽ നിന്നും ഹസ്ബൻഡ് വിളിച്ചു കാണുമോ എന്നൊക്കെ ടെൻഷനിലായിരുന്നു. അതേസമയം പ്രീതം പറയുന്നത്, അതൊക്കെ നടന്നു കാണും. നീ ആദ്യം ഇത്രയും ടെൻഷൻ അടിക്കാതെ, ഇതുപോലെ വല്ല ടെൻഷനും വന്നാൽ ശ്വാസം അകത്തേക്ക് എടുക്കണം, പുറത്തേക്ക് വിടണം. ഇങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ എല്ലാം ഓക്കെ ആകുമെന്നും പ്രീതം പറയും. അത് കേട്ട് ഐരാവതിയും അങ്ങനെ ചെയ്തു നോക്കും. അവൾക്കും ആശ്വാസം കിട്ടി. അടുത്ത ദിവസവും രണ്ടാളും ട്രെയിനിൽ വെച്ച് കാണുകയാണ്. അന്ന് ഐരാവതിയുടെ പിറന്നാളായിരുന്നു. ഐരാവതിയെ തന്റെ 2 മക്കളും വിളിച്ച് വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഭർത്താവ് അപ്പോഴും, എനിക്ക് നിന്നോട് സംസാരിക്കാനേ സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞാണ് കോള് കട്ട് ചെയ്യുന്നതും. അവളുടെ ഭർത്താവ് നന്നായി സംസാരിക്കാതെ കോള് കട്ട് ചെയ്തത് പ്രീതം അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഫോൺ ചെയ്യുന്നത് പോലെയൊക്കെ അഭിനയിച്ച് കോളും കട്ട് ചെയ്യും. അതേസമയം പ്രീതം ചോദിക്കും, എന്താ ഇന്ന് പിറന്നാളാണെന്ന് എന്നോട് പറയാതിരുന്നത്? എങ്കിൽ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങുമായിരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ പ്രീതം എന്ത് ചെയ്യും? അവളുടെ പിറന്നാൾ ആയതിനാൽ ഒന്ന് ലീവ് എടുത്തിട്ട് അന്നേ ദിവസം ഐരാവതിയെ ഹൈദരാബാദ് ചുറ്റി കാണിക്കുവാനായി കൊണ്ടുപോകും. കുറെ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം നേരെ ചുടുകാട്ടിലേക്കാണ് വന്നത്. എന്തിനാ എന്നെ ചുടുകാട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രീതം അവിടെ നിന്ന് പൊട്ടിക്കരയും. പ്രീതമിന്റെ കയ്യിൽ ഒരാൾ ചിതാഭസ്മം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് വാങ്ങിയതും പ്രീതം പൊട്ടിക്കരയും.
എന്റെ കൂട്ടുകാരൻ്റെതാണ്, അവന്റെ വീട്ടിൽ ഏൽപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാണ് പ്രീതം കരയുന്നതും. പ്രീതമിനെ ഐരാവതി ഒരുപാട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രീതമിനൊപ്പം ഹൈദരാബാദിലേക്ക് ചുറ്റിക്കറങ്ങിയതിനു ശേഷം ഐരാവതി നേരെ ഹോസ്പിറ്റലിലേക്കും എത്തും. എന്നാൽ റിയ അപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലിരിക്കുകയാണ്. എന്തിനാ ഇപ്പോൾ വന്നത്? ഞാൻ എത്ര തവണ വിളിച്ചു, നിങ്ങൾ എന്താ കോൾ എടുക്കാത്തത് എന്ന് ചേച്ചിയോട് ചോദിക്കുമ്പോൾ അതോ ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ കേട്ടില്ല എന്ന് ഐരാവതി പറയും. എന്നെ നോക്കുവാനായിട്ടാണോ വന്നത്, അതോ പരിചയമില്ലാത്ത ഒരുത്തനോടൊപ്പം ഇവിടെ മൊത്തം ചുറ്റിക്കറങ്ങി നടക്കുവാനാണോ ഇങ്ങോട്ട് വന്നത് എന്നവൾ ദേഷ്യത്തോട് ചോദിക്കും. ഡോക്ടറും വന്നിട്ട് ഇവളുടെ കാര്യം നന്നായിട്ട് നോക്കണം, ഒരാളുടെ ശ്രദ്ധ ഉറപ്പായും വേണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. റിയയുടെ വാക്കുകൾ ഐരാവതിക്ക് താങ്ങാനായും പറ്റിയില്ല. ഉടനെ തന്നെ ഐരാവതി റിയയുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പ്രീതം പറഞ്ഞു കൊടുത്ത കവിതകളെ പറ്റിയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതും. അതേസമയം തന്നെ ഐരാവതി തന്റെ ഭർത്താവ് ഫോൺ വിളിച്ചിട്ട്, ഇന്ന് രാവിലെ നിന്റെ ബർത്ത്ഡേ ആയിട്ടും എനിക്ക് നിന്നോട് നല്ലോണം സംസാരിക്കുവാൻ പോലും പറ്റിയില്ല എന്ന് അവളോട് പറയുന്ന സമയത്ത് ഐരാവതിക്ക് ഒരുപാട് സന്തോഷമാകും. അടുത്ത ദിവസം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഐരാവതിയെ കണ്ടതും റിയ പൊട്ടിക്കരയും. എന്നിട്ട് താൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു പോയതിൽ ഒരുപാട് ക്ഷമ ചോദിക്കും. ഐരാവതിയെ കെട്ടിപ്പിടിച്ച് അവൾ കരയുകയും ചെയ്തു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് റിയയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം അവൾ തുറന്നു പറയുന്നതും. എന്തെന്നാൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശ്രുതിക്ക് ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവളൊരു കാര്യം ഐരാവതിയോട് പറഞ്ഞിരുന്നല്ലോ. ശ്രുതിയുടെ ഹസ്ബൻഡിന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും ഒരു അഫെയർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. യഥാർത്ഥത്തിൽ അത് അവളുടെ കഥ തന്നെയായിരുന്നു. റിയയുടെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയുമായി അഫെയറിലാണ്. അത് കണ്ടുപിടിച്ച റിയ ഭർത്താവിനോടത് ചോദിച്ച സമയത്ത് രണ്ടാളും തമ്മിൽ വഴക്കായി. റിയയെ ഉപേക്ഷിച്ച് ഭർത്താവ് പോയി. അക്കാര്യം പറഞ്ഞ് റിയ ഒരുപാട് കരയും. എന്നാൽ അത് മനസ്സിലാക്കിയ ഐരാവതി ഉടനെ തന്നെ റിയയുടെ ഭർത്താവിനെ വിളിച്ചിട്ട് എവിടെയായിരുന്നാലും ഇപ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞ് അവനെ ഹോസ്പിറ്റലിലേക്കും വിളിച്ചു വരുത്തും. എന്നാൽ ഭർത്താവിനെ കണ്ടതും റിയ വയലന്റ് ആകുവാനായും തുടങ്ങി. ഇവനെ എന്റെ കൺമുന്നിൽ എനിക്ക് കാണണ്ട, ഇവനെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ് അവൾ ബഹളമുണ്ടാക്കും. റിയയുടെ അവസ്ഥ കണ്ട് ഭർത്താവിനും വിഷമമായി. അവൻ റിയയോട് ഒരുപാട് തവണ ക്ഷമ പറയുവാനായി ശ്രമിക്കുമ്പോഴും റിയ അതൊന്നും കേൾക്കുവാനായി കൂട്ടാക്കുന്നില്ല. അവൻ ആ റൂമിന് പുറത്തു വന്നിരുന്ന് കരയുന്ന സമയത്ത് ഐരാവതി അവിടേക്ക് ചെല്ലും. എനിക്ക് അവളോട് ഒരുമിച്ച് ജീവിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഒരിക്കലും ചെയ്യാത്ത തെറ്റാണ് ഞാൻ അവളോട് ചെയ്തത്, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ അത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഇതൊന്നും എന്നോടല്ല പറയേണ്ടത്, നീ അവളോട് പോയി സംസാരിക്കുവാനായും ഐരാവതി പറഞ്ഞു. അതിനുശേഷം ഐരാവതി നേരെ പ്രീതമിനെ കാണുവാനായിട്ടാണ് പോകുന്നത്. രണ്ടാളും അവിടെ കുറച്ചുനേരം ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പ്രീതം ഒരിക്കൽ ഐരാവതിയെ വീട്ടിൽ കൊണ്ടുചെന്ന് മൃദുലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഐരാവതി ചോദിച്ച സമയത്ത് പ്രീതമും അതിനെ സമ്മതിക്കും. അങ്ങനെ രണ്ടാളും പ്രീതമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ലെറ്റർ ഇരുന്നു. ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുവാനായിട്ട് ഐരാവതിയോട് പ്രീതം പറയും. ലെറ്റർ വായിച്ചു നോക്കുന്ന സമയത്താണ് എന്തോ ജോലി സംബന്ധമായി മൃദുല വീട്ടിലില്ല എന്ന കാര്യം ആ ലെറ്ററിൽ നിന്നും മനസ്സിലാകുന്നതും. വീട് മുഴുവൻ ചുറ്റി കാണിക്കുവാനായിട്ടും പ്രീതം തീരുമാനിക്കും. അതൊരു പഴയ വീടായിരുന്നു. അവിടുത്തെ സ്റ്റെപ്പ് കയറുന്ന സമയം തന്നെ ഐരാവതിയുടെ കാല് തന്നെ പ്രീതമിന്റെ ദേഹത്തേക്ക് വീഴും. രണ്ടാൾക്കും എന്തോ ഒരു കണക്ഷൻ അപ്പോഴേക്കും ഉണ്ടാകുന്നു. അത് മനസ്സിലാക്കിയ ഐരാവതി ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെ വെച്ച് ഐരാവതി തന്റെ ഭർത്താവിനെ കാണും. ഭർത്താവിനെ കണ്ടതും അവൾ ഷോക്കായി നിൽക്കുകയാണ്. എനിക്കൊരു ജോലി സംബന്ധമായി ഹൈദരാബാദിൽ വരേണ്ട കാര്യമുണ്ടായിരുന്നു, അതാ ഞാൻ വന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നിന്നെ മറ്റൊരാളുടെ കൂടി ഇവിടെ ഒരു ബുക്ക് ഷോപ്പിലൊക്കെ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അതാരാ എന്ന് ചോദിക്കുന്ന സമയത്ത് റിയ ഉടനെ തന്നെ പറയും, അതോ അത് എന്റെ ഫ്രണ്ടാ, ചേച്ചിക്ക് ഇവിടെ ഒന്നും അറിയാത്തതിനാൽ ഞാൻ ഏർപ്പാടാക്കിയതാണെന്നും റിയ കള്ളം പറയും. ഉടനെ തന്നെ ഭർത്താവ് പോകുവാനായി ഇറങ്ങുന്ന സമയം ഐരാവതിയെ പുറത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഒരു ജോലിയുടെ തിരക്ക് കാരണമാണ് നിന്നോട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും പറ്റാത്തത്, അല്ലാതെ എനിക്ക് നിന്നോട് വേറൊരു പ്രശ്നവുമില്ല, നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എന്നുള്ള കാര്യവും ഭർത്താവ് പറയും. അതിൽ നിന്നും ഭർത്താവ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം ഐരാവതിക്ക് മനസ്സിലായി. ഇനി എന്തായാലും പ്രീതമുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നും ഐരാവതി തീരുമാനിക്കും. അടുത്ത ദിവസം പ്രീതമിനെ കാണുവാനായി ചെന്നിട്ട് ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു റിലേഷൻ അവസാനിപ്പിച്ചാണ് ഐരാവതി ഹോസ്പിറ്റലിലേക്കും എത്തിയതും. അങ്ങനെ റിയ പ്രസവിക്കുകയും ചെയ്തു. റിയയുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് പോകുന്നതെല്ലാം റിയ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. റിയ ഉടനെ തന്നെ ഭർത്താവിനെ ഫോൺ വിളിച്ചിട്ട്, ആ ശരി, എല്ലാം നമുക്കിവിടെ അവസാനിപ്പിക്കാം, വന്ന് കുഞ്ഞിനെ കാണ് എന്ന് പറയുന്നു. അങ്ങനെ അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നവും അതോടുകൂടി അവസാനിച്ചു. അവർ നന്നായി സന്തോഷമായി എല്ലാം മറന്ന് ജീവിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെ ഐരാവതിക്ക് ആകെ വിഷമം. അവസാനമായിട്ട് പ്രീതമിനൊരു കവിത എഴുതി കൊടുക്കാമെന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് ചെയ്യാതെയാണല്ലോ അവർ പിരിഞ്ഞത്. ഉറപ്പായും പ്രീതം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു കവിത എഴുതി കൊടുക്കാമെന്ന് തീരുമാനിച്ച് കവിതയും എഴുതി ഉടനെ തന്നെ പ്രീതമിന്റെ വീട്ടിലേക്ക് വരും. മൃദുലാജി മൃദുലാജി എന്ന് വാതിലിൽ തട്ടി വിളിക്കുന്ന സമയം തന്നെ കഥക് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മൃദുലയുടെയും മക്കളുടെയും ഫോട്ടോയിൽ മാലയിട്ട് പൊട്ടുവെച്ചിരിക്കുന്നതാണ് കണ്ടത്. എന്തെന്നാൽ അവർ
3 പേരും മരണപ്പെട്ടിരുന്നു. അപ്പോഴേക്കും പ്രീതം അവിടേക്ക് വരും. പ്രീതമിനോട് അവൾ അത് ചോദിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പ്രീതം ആ കാര്യം തുറന്നു പറയും. പ്രീതമിന്റെ ഭാര്യയും 2 മക്കളും മരണപ്പെട്ടു. പ്രീതം വല്ലാത്തൊരു ഡിപ്രഷനിലൂടെ കടന്നു പോവുകയായിരുന്നു. തന്റെ ഭാര്യയും മക്കളും ഇല്ലാത്ത ലോകത്ത് ഇനി താൻ ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യുവാനായിട്ടാണ് അന്ന് രാത്രി ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്കും എത്തിയത്. പ്രീതം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയമായിരുന്നു ഐരാവതിക്ക് പാനിക് അറ്റാക്ക് വന്നതും പ്രീതമിന്റെ കയ്യിലേക്ക് വീണതും. അങ്ങനെയാണ് പ്രീതം ഐരാവതിയെ രക്ഷിക്കുന്നതിനിടയിൽ തന്റെ ആത്മഹത്യ ചെയ്യണം എന്നൊരു ചിന്ത മാറ്റിയതും. പിന്നീടാണ് ഐരാവതിയുമായിട്ട് നല്ല പരിചയമായതും. ഐരാവതിയുമായി പരിചയമായതിൽ പിന്നെ തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലോകം അയാൾ ക്രിയേറ്റ് ചെയ്തു. ഞാനായിട്ട് ഫേക്ക് ആയിട്ടുള്ള ലോകം ക്രിയേറ്റ് ചെയ്ത് അവിടെ സന്തോഷമായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദേ നീ ഇവിടേക്ക് വന്ന് അതെല്ലാം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അത് കേട്ട ഐരാവതി പറയും, ദേ ഞാൻ ഈ കവിത തരാനാ വന്നത് എന്ന് പറയുന്ന സമയത്ത് ആ കവിത വാങ്ങി പ്രീതം കീറിക്കളയും. എനിക്കൊന്നും വേണ്ട, ഇവിടെ നിന്നൊന്ന് പോയാ മതി എന്ന് പറഞ്ഞ് ഐരാവതിയെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ചെയ്തത്. പ്രീതം എന്നിട്ട് പൊട്ടിക്കരയും. എനിക്ക് തോന്നുന്നത് ആ ഒരു ചിതാഭസ്മം പ്രീതത്തിന്റെ കയ്യിൽ കിട്ടിയല്ലോ, അത് യഥാർത്ഥത്തിൽ അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും ആയിരിക്കാം. അത് കാണിക്കുന്നില്ല. എങ്ങനെയാണ് ഭാര്യയും മക്കളും മരണപ്പെട്ടത് എന്നുള്ള കാര്യവും കാണിക്കുന്നില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യുക എന്ന ചിന്തയോടെ നടന്ന പ്രീതം ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയത് തന്നെ ഐരാവതിയുമായി പരിചയമായതിനു ശേഷമാണ്. അതിനുശേഷം തന്റെ ഭാര്യയും മക്കളും തന്നോടൊപ്പമുണ്ട് എന്നൊരു ചിന്തയിൽ ഫേക്ക് ആയിട്ടുള്ള ലോകം ക്രിയേറ്റ് ചെയ്താണ് അയാൾ ജീവിച്ചു പോയിക്കൊണ്ടേയിരുന്നതും. അങ്ങനെ ഐരാവതി നാട്ടിലേക്ക് വന്നു. തന്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ്. എന്നാലും അതിനിടയിൽ പ്രീതമിനെ പറ്റി ചിന്തിക്കും. പ്രീതമിന് ഒരു കവിത കൊടുക്കണമെന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. താൻ എഴുതിയ ബുക്കുമായിട്ട് പ്രീതമിനെ തിരക്കി അവൾ വീണ്ടും ഹൈദരാബാദിലേക്ക് പോകും. തന്റെ ഒരു അടുത്ത ഫ്രണ്ടിനെ കാണണമെന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് അവൾ അവിടേക്ക് പോയതും. എന്നാൽ അവിടെ ചെന്ന് പ്രീതമിന്റെ വീട്ടിലെത്തിയ സമയത്ത് അവിടെ നിന്ന് പ്രീതം സാധനങ്ങളെല്ലാം വാരിക്കെട്ടി പോയിരുന്നു. എങ്ങാട്ട് പോയെന്ന് ഐരാവതിക്ക് അറിയത്തേയില്ല. ഐരാവതി നേരെ പ്രീതം സ്ഥിരമായി പോകാറുള്ള ആ ഒരു ബുക്ക് ഷോപ്പിലേക്ക് പോകും. പ്രീതം എവിടെയാണ് പോയതെന്നും അയാൾക്കും അറിയില്ല. അവർ സ്ഥിരമായി പോകാറുള്ള എല്ലാ സ്ഥലത്തും ഐരാവതി ചെന്ന് നോക്കി. പക്ഷേ എന്നിട്ടും ഒരു വിവരവുമില്ല. റിയയുടെ കുഞ്ഞിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അതിന് പങ്കെടുക്കാൻ വരുന്ന സമയത്തെല്ലാം ഐരാവതിയുടെ മനസ്സിൽ പ്രീതമിനെ പറ്റിയുള്ള ഓർമ്മകൾ തന്നെയാണ്. അങ്ങനെ ഐരാവതി ഒരു ബുക്ക് എഴുതുവാനായും തീരുമാനിച്ചു. എന്നാൽ പ്രീതമിനെ പരിചയപ്പെട്ടതും അവളുടെ ആ ഒരു ജീവിതകഥ മുഴുവൻ ഒരു ബുക്കായി അവൾ എഴുതി. ആ ബുക്കിന് 8 AM മെട്രോ ബൈ ഐരാവതി എന്നായിരുന്നു പേര് കൊടുത്തിരുന്നതും. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം പ്രീതം ആ ബുക്ക് സ്റ്റോറിലേക്ക് വരികയാണ്. അവിടെ വെച്ച് പുതിയ വല്ല ബുക്കും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ബുക്കാണെന്ന് പറഞ്ഞ് അത് പ്രീതമിനെ ഏൽപ്പിക്കും. പ്രീതം ആ ബുക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് തന്റെ കഥയാണ് അതിൽ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. പ്രീതമിന് ആ ഒരു ബുക്ക് വായിച്ചതും വീണ്ടും ജീവിക്കുവാനായിട്ടുള്ള മോഹം വന്നു തുടങ്ങി. ആത്മഹത്യ ചെയ്യണം എന്നുള്ള ടെൻഡൻസി എല്ലാം മാറി. ബുക്ക് വായിച്ച പ്രീതമാണെങ്കിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായും തീരുമാനിച്ചു. പ്രീതമിന്റെ മാനേജർ ആണെങ്കിൽ എന്തുണ്ടെങ്കിലും കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നല്ലോ. അങ്ങനെ കൗൺസിലിംഗിനായിട്ട് ആ ആളിനെ പോയി കാണുകയും വീണ്ടും പുതുതായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. പ്രീതം തന്റെ ഡിപ്രഷൻ എല്ലാം മാറ്റി പുതിയൊരു ജീവിതം ജീവിക്കുകയാണ്. അതുപോലെ ഐരാവതിയും തന്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.